അമേരിക്കയെ ഞെട്ടിക്കുന്ന ഒരു കണക്കാണ് ഇപ്പോൾ ഇറാൻ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന്റെ ട്രൂ പ്രോമിസ് ഫോർ പ്രതികാര നടപടിയുടെ ആദ്യ 2 ദിവസങ്ങളിൽ മാത്രം 650-ലധികം US സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായാണ് ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സ് അറിയിച്ചിരിക്കുന്നത്. ഇറാൻ സൈന്യം മേഖലയിലുടനീളമുള്ള അമേരിക്കൻ താവളങ്ങളെയും യുദ്ധക്കപ്പലുകളെയും ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിലാണ് ഇത്രയും ജീവഹാനി അമേരിക്കയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ബഹ്റൈനിലെ അമേരിക്കൻ നാവിക ആസ്ഥാനങ്ങൾക്കും സൈനിക ആസ്ഥാനത്തിനും നേരെയുള്ള ഇറാൻ ആക്രമണങ്ങൾ മൂലം ഇറാനിയൻ കടലിൽ നിന്നും USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിനെ പിൻവാങ്ങാൻ നിർബന്ധിതരാക്കിയതായും IRGC വക്താവ് ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൈനി അറിയിച്ചിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ US സൈനിക കേന്ദ്രങ്ങളിൽ ഇറാൻ സൈന്യം കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയതായും സൈനിക വക്താവ് സ്ഥിരീകരിച്ചു. യുദ്ധത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിൽ 650 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്ത സംഭവം അമേരിക്കക്കാർ നിഷേധിക്കുകയോ മറച്ചുവെക്കുകയോ ചെയ്യുന്നത് സ്വാഭാവികമാണെന്നും ചൂണ്ടിക്കാട്ടി. എത്ര മറച്ചുവെച്ചാലും ഇറാനിയൻ ഇന്റലിജൻസ് വിഭാഗം ഈ മരണസംഖ്യ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ബ്രിഗേഡിയർ ജനറൽ വെളിപ്പെടുത്തി. ബഹ്റൈനിലെ US നാവികസേനയുടെ 5ാം കപ്പൽ പടയുടെ ആസ്ഥാനത്ത് തുടർച്ചയായി ഇറാനിയൻ മിസൈലുകളും ഡ്രോണുകളും ആക്രമണം നടത്തിയതായും ഇറാൻ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു പ്രധാന അമേരിക്കൻ സൈനിക കേന്ദ്രത്തിൽ മാത്രം 160 അമേരിക്കൻ ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇറാനിയൻ നാവിക മിസൈലുകൾ പതിച്ചതിനെ തുടർന്ന് US നാവികസേനയുടെ MST യുദ്ധസഹായ കപ്പലിന് കനത്ത നാശനഷ്ടമുണ്ടായതായും ഇറാൻ സൈനിക ജനറലിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തെക്ക് കിഴക്കൻ ഇറാനിലെ ചബഹാർ തീരത്ത് നിന്ന് ഏകദേശം 250 മുതൽ 300 കിലോമീറ്റർ വരെ അകലെ സ്ഥിതി ചെയ്യുന്ന USS എബ്രഹാം ലിങ്കണിലേക്ക് ഇറാനിയൻ നാവികസേന 4 ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിച്ചതായും IRGC വക്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആക്രമണങ്ങൾക്ക് ശേഷം വിമാനവാഹിനി കപ്പൽ തെക്ക് കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കാണ് നീങ്ങിയത്. ഇറാനിയർക്കെതിരെ സയനിസ്റ്റ് ഭരണകൂടവും അമേരിക്കയും നടത്തുന്ന തുടർച്ചയായ ആക്രമണത്തിന് ഇറാനിയൻ സൈനിക സേനയുടെ ഒരു പ്രധാന പ്രതികരണമായാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഫോറിനെ ഇറാൻ സൈന്യം അടയാളപ്പെടുത്തുന്നത്.